കേരളത്തിന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയം. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് മന്ത്രി എം.പി. രാജേഷ് അത്തച്ചമയം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി. രാജീവ് അത്തപ്പതാക ഉയർത്തും. നടൻ ജയറാം ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ലിഡിയ ജേക്കബ് തൃപ്പൂണിത്തുറയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. ലിഡിയ, 9:30 ഘോഷയാത്ര ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായി, അവിടെ ആരംഭിച്ചോ? ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞോ? അമൃത, ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ഈ ഉദ്ഘാടനം കഴിഞ്ഞയുടൻ തൃപ്പൂണിത്തുറയുടെ രാജവീതികളിലേക്ക് അത്തച്ചമയ ഘോഷയാത്ര ഇറങ്ങും. അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മന്ത്രിമാരായ എം.പി. രാജേഷ്, ഒപ്പം പി. രാജീവ് അടക്കമുള്ളവർ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. സിനിമാ താരം ജയറാമുണ്ട്, ഒപ്പം രമേശ് പിഷാരടി അടക്കമുള്ള ആളുകളുണ്ട്. അത്തരത്തിൽ വിപുലമായിട്ടുള്ള ഒരു മന്ത്രിമാരുടെയും ഒപ്പം സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ ഒരു വലിയ നിര തന്നെയുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ തൃപ്പൂണിത്തുറയുടെ നഗരവീഥികളിലേക്ക് ഘോഷയാത്ര ഇറങ്ങും. വിവിധ ടാബ്ലോകളും കോലങ്ങളും അടക്കം കലാകാരന്മാരൊക്കെ അണിനിരന്നു കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി ആളുകൾ, നിരവധി കലാകാരന്മാരാണ് ഇതിന്റെ ഭാഗമാകുന്നത്. ആശിക, എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. അതിന്റെ ഭയങ്കര വൈവിധ്യം കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നതെന്ന് തോന്നുന്നു. വിവിധ തരത്തിലുള്ള എല്ലാത്തരം ആളുകൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ടാബ്ലോയിഡുകളുടെയും കലാരൂപങ്ങളുടെയും ഒരു ക്രമീകരണം തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. വിവിധ ജനസമൂഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന കലാരൂപങ്ങളുണ്ട് എന്നുള്ളതും അത് എല്ലാ പ്രായക്കാരെയും ഈ ഇവിടെ കാണുന്ന ആൾക്കൂട്ടത്തിനിടയിൽ വളരെ കൊച്ചുകുട്ടികൾ മുതൽ കൈക്കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും വരെയുള്ള ആളുകളെ ഇതിനിടയിൽ ഉണ്ട്. അവർക്കെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ അത്തച്ചമയത്തിന്റെ ഒരു ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ യാത്ര ആരംഭിക്കാനുള്ള കാത്തിരിപ്പ് കൂടിയാണ് എല്ലാവരും ഉള്ളത്. വലിയ തിരക്ക് അനുഭവപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ഈ മൈതാനം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ടാബ്ലോയിഡുകളും മറ്റും കൂടാതെ പൊതുജനങ്ങൾ നിരവധി പേരാണ് വന്നിരിക്കുന്നത്. ഇനി ഉദ്ഘാടന ചടങ്ങിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അല്പം സമയത്തിനകം അത് ആരംഭിക്കും എന്ന് തോന്നുന്നു. വേദിയിൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. വർണ്ണാഭമായിരിക്കും തൃപ്പൂണിത്തുറ നഗരം. ഈ അത്തം ആഘോഷം ഏറ്റവും മനോഹരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കും. ഇനി 10 ദിവസത്തേക്കുള്ള കാത്തിരിപ്പാണ്, ഓണത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ആഘോഷപൂർവ്വം ആ കാത്തിരിപ്പ് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു മനോഹരമായ കാഴ്ചയാണ്. പിന്നെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. നമ്മൾ പറയാറുണ്ട് അത്തം വെളുത്താൽ ഓണം കറുക്കും എന്ന നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ തിരുവോണ നാളൊരു മഴയുടെ ദിവസമായിരിക്കുമോ എന്നുള്ള ഒരു സംശയം കൂടെ ചേച്ചിയുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി? ആഘോഷം അടിപൊളിയാണ്. ചേച്ചി എവിടുന്നാ വരുന്നത്? ഞാൻ തൃപ്പൂണിത്തുറയാണ്. ഞാൻ ജനിച്ചു വളർന്നതാണ് ഇവിടെ. അപ്പൊ കുറെ കാലമായിട്ട് ഈ ഘോഷയാത്ര കാര്യങ്ങൾ? ഞാൻ 61 വർഷമായി. എങ്ങനെയുണ്ട്? എൻ്റെ അമ്മ, ഞാൻ എൻ്റെ മോളെ ബോയ്സ് സ്കൂളിൽ പഠിക്കണു. അവള് +1 ഈ പ്രോഗ്രാമിലുണ്ട്. അപ്പോ രാജഭരണകാലം തൊട്ടുള്ള ഈ അത്ത ആഘോഷങ്ങളുടെ ഓർമ്മകൾ നിങ്ങളിലുണ്ട്. എങ്ങനെയുണ്ട് അത്ര പഴയ ഓർമ്മകൾ എന്തെങ്കിലും പറയാനുണ്ടോ? വെച്ചാൽ പണ്ടത്തെ ഈ ഇങ്ങനെ തെയ്യം അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നല്ല ഒരേ വർഷം ചെല്ലും തോറും അത് പുതുമ കൊണ്ടുവരികയാണ്. ഇപ്രാവശ്യം എന്തെങ്കിലും പ്രത്യേകതയോ കാര്യങ്ങളോ കണ്ടോ? കുറെ കൊല്ലമായിട്ട് ഇത് കണ്ടുകൊണ്ട് ഇരിക്കുന്നതാണ്. ഇന്ന് കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടും ഈ വർഷങ്ങൾക്കുള്ളിൽ അതിലും നല്ല അടിപൊളിയുള്ള ഒരേ സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ അടുത്ത വർഷം ആകുമ്പോൾ ഇതിലും നല്ലതായിരിക്കും. അതാണ്, തൃപ്പൂണിത്തുറക്കാർ മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ തൃപ്പൂണിത്തുറയിലേക്ക് എത്തുന്നുണ്ട്. ഈ അത്തച്ചമയ ഘോഷയാത്രയിലും ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. ആയിരക്കണക്കിന് കലാകാരന്മാരാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ കാഴ്ചക്കാരെ കൂടി, കാണികളെ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ടായിട്ടുണ്ട്. കാരണം വളരെ വൈബായിട്ടുള്ള, ഭയങ്കര ചില്ലായിട്ടുള്ള ആഘോഷത്തിന്റെ മൂഡിലാണ് കാണികളുള്ളത്. മക്കളെ, എവിടുന്നാ വരുന്നേ? ഉദയംപേരൂര്. എല്ലാ വർഷവും വരുന്നതാണോ? എല്ലാ വർഷവും. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ആഘോഷമൊക്കെ? എങ്ങനെയുണ്ട്? ചില്ലാണ്, എല്ലാവരും ചില്ല് മൂടാണെന്ന് പറഞ്ഞത്. ചേച്ചി എങ്ങനെയുണ്ട്? നമുക്ക് അത്തപ്പതാക ഉയർത്തുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്.